الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين فإن خير الكلام كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تعجل بالقرآن قبل أن يقضى إليك وحيه وقل رب زدني علما. ഏറ്റവും ബഹുമാനമുള്ള സമദാനി സാഹിബ് അവറുകളെ, വലിയ സാഹിത്യകാരനായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വിശദമായ ഒരു അവതരണത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് അവറുകൾ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഗ്രാഹ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല. അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപമകൾ, ഇതെല്ലാം അടിസ്ഥാനപരമായി ഒരു കാലത്ത് ജീവിക്കുന്നവർക്ക് മനസ്സിലാകാനാകാത്തത് ശേഷം ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. അതാണ് ഖുർആന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിയ. വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണത്. ഹദീസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ്, റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിയ. പിന്നീട് ഈ ആശയങ്ങൾ എത്തുന്നവരിൽ പലരും ഇതാദ്യം കൈകാര്യം ചെയ്തവരെക്കാൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കാമെന്ന്. റുബ്ബ മുബല്ലഗിൻ ഔലാ മിൻ സാമിയ ഔ ആമിൻ സാമിയ. നേരിട്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ, എന്നാൽ അവർക്ക് ശേഷം വരുന്നവർ ഈ കൊടുത്തവരെക്കാൾ കാര്യങ്ങൾ ഗ്രഹിച്ചവരായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഇത് നേരിട്ട് കൊടുത്തവരുടെ കാലത്തുള്ള ലോകമാകില്ല, പിൽക്കാലത്ത് ഇത് ഏറ്റുപിടിക്കുന്നവരുടേതായ ലോകം. ഈ രണ്ട് വിഭാഗത്തിനും ഇതിൽ ആശയങ്ങൾ ഉണ്ടായിരിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത ലോകത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അതാതുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഖുർആന്റെ പ്രത്യേകത.
നാം ഇന്ന് ഖുർആൻ ഓതി അതിൻ്റെതായ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വ്യാഖ്യാനവും മനസ്സിലാക്കിയാൽ എല്ലാം അവിടെ തീർന്നു എന്ന് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതിക്കൊടുത്ത ശേഷം മാത്രമല്ല റസൂലുള്ളാഹി അത് മനസ്സിലാക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് അത് പ്രബോധനം ചെയ്തു കൊടുക്കാനുള്ള സന്ദർഭത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി മുമ്പേ ആശയം അല്ലാഹു തആല നൽകിയിരിക്കുന്നു എന്നാണ് പ്രഗത്ഭരായ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. വലാ തഅജൽ ബിൽ ഖുർആൻ ഖബ്ല അൻ യുഖ്ല ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഖുർആൻ ധൃതി പിടിച്ച് തങ്ങൾ വ്യാഖ്യാനിക്കരുത്. അവിടത്തേക്ക് ലഭിച്ചത് മുഴുവനും പെട്ടെന്ന് ഓതി തീർക്കരുത്, പെട്ടെന്ന് അത് വിശദീകരിക്കരുത്. ഖബ്ല അൻ യുഖ്ല ഇലൈക വഹ്യു, അത് പറയണമെന്ന ഒരു വിധി വരും, അഥവാ അത് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴാണ്. ഖബ്ല അൻ യുഖ്ല ഇലൈക വഹ്യു, അതുമായി ബന്ധപ്പെട്ട സന്ദേശം അങ്ങേക്ക് നൽകപ്പെടുന്നതിന് മുമ്പ് നൽകരുത്. വളരെ അർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കള്ള് അത് ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, സൂക്തങ്ങൾ വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ആ നിയമം, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം അവിടുന്ന് ലോകത്തോട് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഔദ്യോഗികമായി ഔപചാരികമായി അത് ഓതി കേൾപ്പിക്കുമ്പോഴാണ്. ഇതാണ് ലാ തഅജൽ ബിൽ ഖുർആൻ ഖബ്ല അൻ യുഖ്ല ഇലൈക വഹ്യുഹു. ഖുർആന്റെ സന്ദേശം താങ്കളിലേക്ക് ഔപചാരികമായി നൽകപ്പെടുന്നതിന് മുമ്പ് അതിലുള്ള നിയമങ്ങളെ കുറിച്ച് തങ്ങൾ സംസാരിക്കരുത്. അപ്പോ പാടില്ല, മദ്യം പാടില്ല എന്ന നിയമം വന്ന ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ആ വിവരം നേരത്തെ ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ പറയാൻ പാടില്ല. നമ്മിൽ പലരും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ ധൃതി പിടിച്ച് ഓതരുത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് അത് ഓതി കേൾപ്പിക്കുക, അതിലുള്ള നിയമങ്ങൾ പഠിപ്പിക്കുക എന്നത് വേണ്ട. അത് ജിബ്രീൽ അലൈഹിസ്സലാം ഔദ്യോഗികമായി ഔപചാരികമായി അത് അവതരിപ്പിക്കും. അപ്പോൾ മാത്രം അത് പറഞ്ഞാൽ മതി. എത്രയോ നിയമങ്ങൾ നമുക്കറിയാലോ ആദ്യകാലത്തില്ല. എന്നാൽ ആയത്ത് അവതരിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധിച്ച് പറയാറുള്ളത്. ആദ്യകാലത്ത് കള്ള് പാടില്ല, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള പല നിയമങ്ങളും അതിന്റെ ആയത്ത് അവതരിക്കുമ്പോഴാണ് പറയുന്നത്, അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതെല്ലാം മുമ്പേ അള്ളാഹു നൽകിയിരുന്നു. എന്ന് തുടരെ അള്ളാഹു പറയുന്നത് ഈ ആശയം വ്യക്തമാക്കുന്നു. ആദ്യം ലഭിച്ചു, വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലഭിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ചിലപ്പോൾ അതിന്റെ വിശദീകരണവും ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഖുർആൻ വ്യാഖ്യാനിച്ചു തീർന്നിട്ടില്ല. പക്ഷെ ആര് വ്യാഖ്യാനിക്കുകയാണെങ്കിലും പൂർവ്വ വ്യാഖ്യാതാക്കൾ, സ്വഹാബാക്കൾ, താബിയുകൾ അവരുടെ വ്യാഖ്യാനത്തിന് വിരുദ്ധമാകാൻ പാടില്ല. അവരുടെ വ്യാഖ്യാനം തന്നെയാകണമെന്നില്ല, അതിന് വിരുദ്ധമാകാൻ മതി. വിരുദ്ധമാകുമ്പോൾ ഇജ്മാ എന്ന നിയമത്തെ എതിർക്കൽ വരും. അത് പറ്റില്ല. ഇജ്മാനെ എതിർക്കാൻ പാടില്ലല്ലോ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.
മുസ്ലിമീങ്ങളുടെ പൊതുവായ നടപടിക്രമം, അതാണ് ഇജ്മാഇന്റെ അടിത്തറ. അത് എതിർക്കുന്നവൻ മുസ്ലിമല്ല. മുസ്ലിമീങ്ങൾ മൊത്തം, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ പുതിയൊരു വ്യാഖ്യാനം ലോകത്ത് വരികയാണെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷേ അത് പൂർവ്വ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അനവധി നിരവധി ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, ഇനിയും ഉണ്ടാവും. അതെല്ലാം വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. അത് ഖുർആന്റെ ഒറിജിനലാണെന്ന് പറയാൻ പറ്റില്ല. വ്യാഖ്യാനം തന്നെ പാടില്ല, ഖുർആന്റെ അർത്ഥം പറയാൻ തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين وإنه لفي الزبر الأولين ولو أنزلناه على بعض الأعجمين فقرأه عليهم ما كانوا مؤمنين. ഖുർആൻ അറബി ഭാഷയിലാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ വൈനഹു ലഫീ സുബുരിൽ അവ്വലീൻ. പൂർവീകരായ പ്രവാചകന്മാരുടെയും മറ്റും അവരുടെ ഏടുകളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ഖുർആൻ അറബി ഭാഷയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ അനറബി ഭാഷയിൽ അത് നാം അവതരിപ്പിച്ചാൽ ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ല. ഇവിടെയാണ് ചിലർ പറയുന്നത് ഖുർആന് പരിഭാഷ ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ വിവർത്തനം ചെയ്താൽ അതിന് ഭാഷാപരമായ ഒരു മാറ്റം വരുത്തിയാൽ, വേറെ ഭാഷയിൽ അത് പരിചയപ്പെടുത്തിയാൽ ഖുർആനെ മാറ്റം വരുത്താൻ പറ്റില്ല. വേറെ ഭാഷയിൽ പറഞ്ഞാൽ, എഴുതിയാൽ പാടില്ല എന്ന് പറയുന്നവർ ഇതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ ആശയം അതല്ല. ഖുർആൻ അറബി ഭാഷയിലാണ്, റസൂലുള്ളാഹി അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചത്. അത് അറബിയിലായിരിക്കുമെന്ന് നേരത്തെ പൂർവിക പണ്ഡിതന്മാർ, ഇമാമിയങ്ങളും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഖുർആൻ അറബി ഭാഷയിലല്ലാതെ അവതരിപ്പിച്ചാൽ ആരും അംഗീകരിക്കുകയില്ല. അതാണ് ആ പറഞ്ഞത്. ഖുർആന്റെ വിവർത്തനം പാടില്ല, അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആന്റെ വ്യാഖ്യാനം അവസാനിച്ചിട്ടില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ധൃതി പിടിച്ച് ഖുർആൻ ഓതണ്ട. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അത് പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് നാം ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓതി തീർക്കണ്ട, മറന്നുപോകുമോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഓതണ്ട. ഇന്ന അലൈന ജംഅഹു വഖുർആന, അത് ശരിക്കും താങ്കളുടെ ഹൃദയത്തിൽ അത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുശേഷം സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ വിശദീകരണം, അത് സമയോചിതമായിട്ട് കാലഘട്ടങ്ങളിലൂടെ നാം നൽകും. സുമ്മ ഇന്ന അലൈന ബയാന, നമുക്കറിയാമല്ലോ, സുമ്മ ഉപയോഗിച്ചാൽ അത് വളരെ പിൽക്കാലത്തേക്കും ബാധിക്കും. അപ്പൊ ഖുർആന്റെ വ്യാഖ്യാനം അത് തീർന്നിട്ടില്ല. ഇനിയും ഖുർആൻ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ആ വ്യാഖ്യാനം ശരിയാണോ തെറ്റാണോ, അത് അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ തത്വങ്ങളോട് യോജിച്ചിരിക്കണം. ആ തത്വങ്ങൾ ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ സമൂഹമാവുന്ന പണ്ഡിത ലോകം പറഞ്ഞു. ഏതെങ്കിലും ഒരു പണ്ഡിതനല്ല, പണ്ഡിത ലോകം. അതാണ് ഇജ്മാ. അപ്പോ ഹദീസ്, ഇജ്മാ, ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് പ്രസക്തി. അല്ലാത്ത വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഈ നിലക്ക് ഖുർആൻ നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനും അതിനെ സംബന്ധിച്ച് ലോകത്തിന് പുതിയ 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 ആശയങ്ങൾ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.